അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ എന്നുള്ളതെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം നാടായ വില്യാപ്പള്ളിയാണ്. വില്യാപ്പള്ളി ജുമാ മസ്ജിദിൻ്റെ മുറ്റത്താണ് ഇവിടെ ഉള്ളത്. ഇന്ന് ഇവിടെ റംസാൻ 22 വലിയൊരു നോമ്പ് തുറയാണ്. 1000-ൽ കൂടുതൽ 1200-ൽ കൂടുതൽ ആൾക്കാർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വില്യാപ്പള്ളി മഹലിലെ വോളണ്ടിയേഴ്സ് നടത്തുന്ന ഒരു വലിയൊരു നോമ്പ് തുറയാണ് ഇവിടെ. അവിടെ ഒരുക്കങ്ങളതിൻ്റെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള കുട്ടികൾ വരെ ഇതിലുണ്ട് അല്ലേ? അസ്സലാമു വറഹ്മത്തുള്ളാഹി. എന്താണ് സുഖല്ലേ? അൽഹംദുലില്ലാഹ് ഖൈർ. എന്താണ് സുഖല്ലേ? അൽഹംദുലില്ലാഹ്. എവിടാ മക്കളെന്നാ സ്ഥിതി? ഓ അൽഹംദുലില്ലാഹ് ഖൈർ. എന്തെല്ലാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുഞ്ഞമ്മദ്ക്ക, ഇവിടെ കൊല്ലത്തിൽ നടത്തി വരാറുള്ള നോമ്പ് തരാണിത്. അതല്ല ഇപ്പോൾ ഇന്ന് വലിയ നോമ്പ് തരാണ്, മെഗാ നോമ്പ് തറ. 1000-ൽ കൂടുതൽ ആൾക്കാർ ഉൾക്കൊള്ളിച്ചുകൊള്ളുന്ന നോമ്പ് തരാണ്. ഇതെങ്ങനെയാണ്? ഇത് കൊല്ലങ്ങളായിട്ടുള്ളതാണ് ഇവിടുത്തെ? ആദ്യം ഉണ്ടല്ലേ? 3-4 വർഷമായിട്ട് കാലങ്ങളായിട്ടുണ്ട്. കമ്മിറ്റി വന്നതിന് ശേഷം ഈ മെഗാ നോമ്പ് തറ പള്ളി പിന്നെ പുനർനിർമ്മാണത്തിന് ശേഷം അല്ലേ? അതെ അതെ. ഇവിടെ കൊല്ലത്ത് നടത്തി വരാനുള്ള കഞ്ഞി, ക്ഷീരോ കഞ്ഞി, അതിനെ പറ്റിയെല്ലാം കേട്ട് എത്ര 50 വർഷത്തിൽ കൂടുതൽ മേലെയായിട്ട് ഇത് ഇങ്ങനെ കൊടുക്കുന്നില്ല ആള്. പള്ളിയാണ് ഇതിലെ? അല്ല, പള്ളി മാത്രമല്ല, ഈ കഞ്ഞിയും. അതെ അതെ, നോമ്പ് തുറയുന്നത്. അതെ 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 അതെ. ഇപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് എല്ലാവരും ഉണ്ടല്ലേ? എല്ലാവരെ നാട്ടുകാരെ, സ്വദേശി എല്ലാ ആൾക്കാരെയും ഒരുപോലെ ഇവിടുന്ന് നോമ്പ് തുറക്ക് ക്ഷണിക്കുകയും ചെയ്യും, ഭക്ഷണം കൊടുക്കുകയും ചെയ്യും അല്ലേ? സംഗമം. ഇതിലാണ് നൗഫൽക്ക, റൈസൽക്ക, എന്തെല്ലാണ് നോമ്പ് പറയാനെ പറ്റി 2 വർത്തമാനങ്ങൾ പറയണോ? എന്താണ്? ഇത് സമൂഹത്തിൽ എല്ലാവരും പങ്കെടുക്കുന്നത് നോമ്പ് പറയാണ്. വളരെ ഉഷാറാണ്. കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഇത്ര വർഷമായി ഒരുപാട് വർഷമായി അല്ലേ? ചില ഗംഭീര ഒരു മെഗാ നോമ്പ് പറയാണ് അല്ലേ ഇത്? മാഷാ അല്ലാഹ്. ഇന്ന് നോമ്പ് തുറേൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് പറയാനായിട്ട് വില്യാപ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ സെക്രട്ടറി, അതുമാത്രമല്ല സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായ കോറോത്ത് നവാസ് മാസ്റ്റർ ഉണ്ടായിരിക്കുന്നതാണ്. അദ്ദേഹത്തോട് 2 വാക്ക് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നവാസ്ക, എന്തെല്ലാണ് വിശേഷങ്ങൾ? സുഖമാണോ? ഇന്നത്തെ നോമ്പ് തുറനെ പറ്റിയിട്ട് 2 വാക്ക് പറയണോ? വർഷങ്ങളായി നമ്മളിങ്ങനെ വിപുലമായ നോമ്പ് തുറ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു 6-7 പതിറ്റാണ്ട് മുന്നേ ജാവ അഹമ്മദാജി എന്ന് പറയുന്ന ഒരാൾ പിന്നെ ഈ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് ഈ പള്ളിയെടുത്ത ആൾ, ഈ മനോഹരമായ വാസ്തുശില്പ ഭംഗിയുള്ള ഈ മനോഹരമായ പള്ളിയെടുത്ത ജാവ അഹമ്മദാജി എന്ന് പറയുന്ന ആൾ ഈ പിന്നെ നോമ്പ് തുറക്ക് വേണ്ടി വില്യാപ്പള്ളി ടൗണിൽ ഒരു വാടകയ്ക്ക് വരുമാനമുള്ള ഒരു സ്ഥാപനം തന്നെ അയാൾ വഖഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുമ്പ്. അതിൻ്റെ ആ വരുമാനം കൊണ്ടാണ് ഇവിടുത്തെ കഞ്ഞിപ്പാർച്ച, അതായത് നോമ്പ് കഞ്ഞിയും ഉയ്ക്കും ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നത്. അതിനുശേഷം വില്യാപ്പള്ളി മാലിന്യ കമ്മിറ്റി രൂപീകൃതമായതോടുകൂടിയാണ് വിപുലമായ രീതിയിൽ ഇങ്ങനെ ഒരു നോമ്പ് തുറ സംഘടിപ്പിക്കുന്നത്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരീം എന്തെല്ലാണ്? ഇന്ന് വലിയൊരു നോമ്പ് പറയുന്നത് വില്യാപ്പള്ളി ജുമാ മസ്ജിദിന്റെ മുറ്റത്ത് നടക്കുന്നത്. അതെ, എല്ലാ കൊല്ലവും നടത്തി വരുന്നതാണ്. ഗ്രാൻഡ് നോമ്പ് അല്ലേ? മെഗാ നോമ്പ്. ഏകദേശം 1000-ൽ കൂടുതൽ ആൾക്കാർ, 1000-ന്റെ മേലെ ആളെങ്കിലും വരുന്നുണ്ട് അല്ലേ?
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതെല്ലാം വിശേഷങ്ങൾ. ഇന്നത്തെ നോമ്പ് തരാണല്ലോ, ഇതിനെപ്പറ്റി 2 വാക്കുകൾ പറഞ്ഞാലും. കൊല്ലങ്ങളായിട്ട് നടത്തി വരാനുള്ള നോമ്പ് പറയാന്നല്ലോ. എല്ലാ കൊല്ലവും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു നോമ്പ് പറയാന്ന് ഇക്കൊല്ലവും വിപുലമായി തന്നെ നടത്തി തീരുമാനിച്ചിരിക്കുന്നു. പഠിച്ച ഹൈറാക്കട്ടെ. ഭയങ്കര ഒരുക്കങ്ങളാണ് ഇവിടെ. മുതിർന്നവരൊന്നോ ചെറിയ ആൾക്കാരൊന്നും കുട്ടികളൊന്നും അല്ല, എല്ലാവരും ഉഷാറായിട്ട് സജീവ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഷാർലേ ചിത കണ്ടില്ല, ചെറിയ മക്കൾ ഇവർ ഭയങ്കര ആവേശത്തിലാണ്. ഇതാ എല്ലാവരും കൂടിയിട്ടുള്ളത്. ചെറിയ കുട്ടികളാണ് കൂടുതൽ നോമ്പുറക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. ഫൈസൽക്കാ, നിങ്ങൾ നല്ലോണം സജീവമായിട്ട് നല്ല ഉണ്ട് അല്ലേ? ഓ മാഷാ അല്ലാഹ്, ഓ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലേ എന്തല്ല നോമ്പ് തുറനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് വില്യാപ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ മുഅദ്ദിനുമായ സലാം ഉസ്താവും അതുപോലെ തന്നെ പിന്നെ MG ഹൈസ്കൂളിലെ അധ്യാപകനുമായ റൂഫ് മാഷറും കൂടിയിട്ട് സംസാരിക്കും. കഴിഞ്ഞ 3 വർഷത്തോളമായി നമ്മൾ വില്യാപ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ വില്യാപ്പള്ളി മഹല്ല് കമ്മിറ്റി ഈ വില്യാപ്പള്ളി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് വലിയ നോമ്പ് തുറയാണ് നടത്തി വരുന്നത്. വളരെയധികം സമൂഹത്തിൽ സ്വീകാര്യതയുള്ളതും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും പങ്കെടുക്കുന്ന ഒരു മഹാ നോമ്പ് തുറയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ നോമ്പ് തുറ ആരംഭിക്കുകയാണ്. വിഭവ സമൃദ്ധമായ നോമ്പ് തുറയാണ് ഇവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥന ഇവിടെ നടക്കുന്നുണ്ട്. വലിയ ഒരു ജനസഞ്ചയം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ ഈ നോമ്പ് തുറക്ക് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇത് 3ാം തവണയാണ് നമ്മൾ വിജയകരമായിട്ട് മഹാ നോമ്പ് തുറ ഇവിടെ നടത്തിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ അറിയിക്കുകയാണ്. ഇത് കണ്ടല്ലോ, വലിയ നോമ്പുറയാണ്. മസ്ജിദിൻ്റെ മുന്നിൽ മാത്രമല്ല പിറകുവശത്തുമായിട്ടുണ്ട്. 1000-ൽ കൂടുതൽ ആൾക്കാർ ഉൾക്കൊണ്ടിച്ചു കൊണ്ടുള്ള ഒരു നോമ്പ് തുറയാണ്. മാഷാ അല്ലാഹ്. ഏറ്റവും കൂടുതൽ കൂടെ കുട്ടികളാണ് ഇവിടെ ഉഷാറായി വരുന്നത്. വിശേഷം ഉഷാറില്ല, നല്ല സ്പീഡാണ് നിങ്ങളല്ലോ. മാഷാ അല്ലാഹ്, ഉഷാറ്. ഇപ്പോൾ കുട്ടികൾ തന്നെയാണ് കണ്ടില്ല, ചെറിയ മക്കൾ വരെയാണ് ഇവിടെ കൂടുതൽ എന്താക്കുന്നത്, സപ്ലൈ ചെയ്യുന്നത്. ഒരുക്കങ്ങൾ കൂടുതലല്ലോ. റഹ്മത്തുള്ളാഹി. എന്തെല്ലാം അതിൻ്റെ പേരെന്നാ? റിഹാൻ അല്ലേ? നിങ്ങളിപ്പോൾ ഒരുപാട് ആളുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ എല്ലാം ചെറിയ കുട്ടികളാണെന്നല്ല ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത്. ഷെയറായിട്ട് വളരെ മരങ്ങളല്ല. റഹ്മത്തുള്ളാഹി. കുഞ്ഞോൾക്കാ എന്തെല്ലാണ്? ഇത് 3ാം തവണയാണ് ഇവിടെ മെഗാ നോമ്പ് തുറ നടത്തുന്നതെന്ന് പറയുന്നത് കേട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് പറയണം. കാരണം നിങ്ങൾ നമ്മുടെ മഹല്ല് കമ്മിറ്റി വന്നതിന് ശേഷമാണ് കൂട്ടായിട്ട് നോമ്പ് തുറ. മറ്റത് ജാവാ മദാജിൻ്റെ വകയിൽ ഉള്ള വർഷം തോറും നടത്തി വരാനുള്ള കഞ്ഞിയും കൂടിയായിട്ടുള്ള തുറ. അത് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി വന്നതിന് ശേഷം ആൾക്കാർ കൂടി അതിൽ ഷെയറായിട്ട് ചായയും കൂടി ഉൾപ്പെടുത്തി കൂടുതലമായ നോമ്പ് തുറ. ഒരു 200-250 ആൾക്കാരുണ്ടാവും അല്ലേ? കൂടുതലും ടൗണിലെ കച്ചവടക്കാർ കൂടുതൽ ആസ്പത്രി, അതുപോലെ തന്നെ പുറനാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഇപ്പോൾ ഇത് ഇത് മുസ്ലിം ജമാഅത്തിൻ്റെ ഈ മഹലിൽ ആൾക്കാർ ഉള്ളിച്ചുള്ള നോമ്പ് പറയാം അല്ലേ? നോമ്പ് പറയാണ് അല്ലേ? മാഷാ അല്ലാഹ്. ആശിംക എന്തെല്ലാണ്? സിറാജ് ആശിംക ഉഷാറാണല്ലോ. മാഷാ അല്ലാഹ് അല്ലേ? ഇതിനെ കണ്ടില്ലേ, വിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഹുസൈൻ എന്തെല്ലാണ്? അസ്സലാമു അലൈക്കും. ജ്യൂസിൻ്റെ ആൾ ഞാൻ. ഇതെന്താ ജ്യൂസല്ല ഉള്ളത്? തണ്ണി മധുര. ജ്യൂസ് മേക്കർ ആണല്ലേ? എന്നാ ജ്യൂസാണ് അളന്ന് ജ്യൂസ്? ബത്തക്ക ജ്യൂസും മുന്തിരി ജ്യൂസും. ഇതെത്രയുള്ള 1000 ജ്യൂസ് ആയില്ലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹ് ഖൈർ ചെയ്യട്ടെ. 1000 ജ്യൂസിൻ്റെ അടിച്ചില്ല. അല്ലാഹ് ഖൈർ ചെയ്യട്ടെ. ഇതെല്ലാണ് ആശുക്ക? അതല്ലേ നിങ്ങളിപ്പോൾ സാധാരണ ഈ സമയത്ത് ഖത്തറിലേനും കാണല്. ഇപ്പം ഖത്തർ മസ്ജിദ് നോമ്പറയാണല്ലേ? ഖത്തർ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഞങ്ങൾ നാട്ടിൽ വന്ന് ഇപ്പം 40 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ 41 വർഷത്തെ ചില മുസ്ലിം ജമാഅത്തിന് ഒരുപാട് മഹലിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ
രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഓടി നടന്നൊരു വ്യക്തിയായിരുന്നു ഖത്തറിൽ. നമുക്കറിയാം ഏകദേശം 18 വർഷത്തോളമായിട്ട് ഞങ്ങൾ കാണലുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഉള്ള സന്തോഷമായിട്ടുള്ള ഈ നോമ്പ് പങ്കെടുക്കുമ്പോൾ വർക്ക് വയ്ക്കില്ല. ഇവിടെ തന്നെയാണല്ലേ? ഒരുപാട് കടികളുണ്ടല്ലേ? പിന്നെ കട്ട്ലേറ്റ് ഉണ്ട്, മുട്ട പൊരിച്ച്, സമൂസ, ഉന്നക്കായി, പിന്നെ എല്ലാം ഉണ്ടല്ലേ? അങ്ങോട്ട് വരല്ലേ? അങ്ങോട്ട് വരാം. ഓക്കെ. വലൈക്കും റഹ്മത്തുള്ളാഹി. എന്തെല്ലാം മൂസക്ക റാത്തല്ല? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെല്ലാണ് റാത്തന്നെ? അൽഹംദുലില്ലാഹ് ഖൈർ. ഇതെല്ലാം ഉസ്മാനിക്ക അൽഹംദുലില്ലാഹ്. മുസമ്മിൽ മോൻ ഇതെല്ലാണ്? കണ്ടല്ലോ, വലിയൊരു നോമ്പ് തുറേൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഇവിടെ സജീവമായ ഒരുക്കങ്ങൾ. ഭക്ഷണം തയ്യാറാക്കുന്ന കൂട്ടുപുരയിൽ ഇവിടെയാണുള്ളത്. ഇവിടെ ഒരുപാട് ഒരുക്കങ്ങൾ ആൾക്കാരാണുള്ളത്. ഇവിടെ നമ്മളെ ഉസ്താദ്മാരുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഓരോരുത്തരും സംസാരിക്കുക. ഇതിൻ്റെ മെയിൻ ആളുണ്ട് നമ്മളെ സമീർക്ക. ഓരോരുത്തരും 2 വാക്ക് സംസാരിക്കാൻ. വറഹ്മത്തുള്ളാഹി. ഇതെല്ലാം സമീർക്ക വിശേഷങ്ങൾ സുഖമാണോ? ഈ കൊല്ലത്തെ നോമ്പ് 22 മുസ്ലിം ജമാഅത്തിൻ്റെ ഈ മഹലിലെ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നോമ്പ് തരാണ് ഇവിടെ നടക്കുന്നത്. സാധാരണ ഉള്ളതിനെക്കാട്ടും കൂടുതൽ ഒന്ന് ഉഷാറായിട്ടുള്ള നോമ്പ് തരാണ് അല്ലേ? ഇന്ന് ഇവിടെ എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉള്ളത്? പോയിക്കുണ്ട്. ബീഫ് ബിരിയാണി, പൊറാട്ട, നെയ്പത്തിരി, പത്തിരി, പിന്നെ പല ഐറ്റംസ്. കഞ്ഞി പോയിക്കില്ല. സ്പെഷ്യലായിട്ട് ഞാൻ സാധാരണ അറിയുന്നത് കോഴിക്കോട് ജില്ലയില് ഇങ്ങനത്തെ ഒരു കഞ്ഞി ഇവിടെ മാത്രമേ കിട്ടുമോ? ഇവിടുന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലേ? അതെ 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 അതെ. സന്തോഷത്തോടെ കഴിച്ചു പോയില്ലേ? മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അതെ 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 അതെ. എന്നായിരുന്നു? ഓ സാദിഖ്. സമീർ. പിന്നെ വില്യാപ്പള്ളി മുസ്ലിം ജമാഅത്തിൽ പിന്നെ ഇവിടെ കൊല്ലം അതെ അതെ അതെ. നടക്കുന്നല്ലേ? പരിപാടിയാണല്ലേ? വർഷം തോറും ഇങ്ങനെ ആൾക്കാർ കൂടി വരുന്നല്ലേ? ഫാമിലി വരുന്നുണ്ടല്ലേ? വരുന്നല്ലേ? ഇവിടെയുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഗ്രീൻ പീസ് അല്ലേ? കണ്ടിട്ട് ഗ്രീൻ പീസ് കുറുമ തേങ്ങ അടിച്ചാണ്ടോ അല്ലേ? അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലിയ ഒരുക്കങ്ങളാണ്. ഇതാ നമ്മളെ സമീർ. എല്ലാം തിരക്കങ്ങളെ സംസാരിക്കാൻ നേരെയല്ലേ? ആയിപ്പോലെ എല്ലാം ഒരുക്കങ്ങളാണ്. ജോയിന്റ് സെക്രട്ടറി ആവോ അറിയാം. നമ്മളെ സ്നേഹിതനാണ് നൗഫൽ. അതെ അതെ അതെ. നമ്മളെ സമീർക്കല്ലേ? സമീർക്ക് പൊളിയാണ്. അതന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൊയ്ലൂദിനെ നമ്മൾ കണ്ടിരിക്കുന്നത് നബിദിനത്തിന്റെ. അത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു. സൂപ്പർ മാഷാ അല്ലാഹ്. പിന്നെ അതിന് ശേഷമാണ് ഇപ്പം പിന്നെ വീണ്ടും പിന്നെ ഈ വലിയൊരു നോമ്പ് തുറക്ക് വരുന്നത് ഇൻഷാ അല്ലാഹ്. കൂടുതൽ ആൾക്കാരുണ്ടല്ലേ? അതെ 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 അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെല്ലാം ഉസ്താദ് വിശേഷങ്ങൾ? റാത്തല്ലേ?
ഈ കൊല്ലത്തെ നോമ്പ് തുറ നോമ്പ് 22 മെഗാ നോമ്പ് തുറയാണ്. ഇതിനെ പറ്റിയിട്ട് ഉസ്താദ് 2 വാക്ക് സംസാരിക്കണമെന്ന്. വെല്ലിയാപ്പള്ളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും കൂടിയിട്ട് അതിമനോഹരമായ നോമ്പ് തുറയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലവും ആഖിറത്തിൽ ഒരു വലിയ ഉപകരിക്കുന്ന മുതൽക്കൂട്ടാക്കി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത് കവുക മാട്ടിട്ടുള്ള ആൾക്കാർ 1500 പാത്രങ്ങൾ. അതാ ഭായ് അസ്സലാമു അലൈക്കും. कैसा है? ठीक है. എന്തെല്ലാം അസ്സലാമു അലൈക്കും. എന്തെല്ലാം ഇന്ന് നോമ്പ് തുറയാണല്ലോ ഉസ്താദെ. ചില ഇതിനെ പറ്റി 2 വാക്ക് സംസാരിച്ച് ഞങ്ങൾ നോമ്പ് തന്നെയാണ്. ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോരോ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ നോമ്പ് തുറക്കുക. അതിൻ്റെ ഒരുക്കത്തിലാണ് ഇവിടെ ഉള്ളത് എല്ലാവരും. എന്തെല്ലാം ഈ നോമ്പ് തുറ വെല്ലിയാപ്പള്ളി നോമ്പ് തുറ ജുമാ മസ്ജിദ്. നിങ്ങൾ കൊല്ലങ്ങളായിട്ട് ഈ നാട്ടിലുള്ള ഒരാളാണ്, ഈ പള്ളിയിൽ വരുന്ന ആൾക്കാരാണ് നോമ്പ് തുറക്കുക. നിങ്ങളെ പഴയ അനുഭവം ഈ അനുഭവമായിട്ട് എങ്ങനെയാണ്? പള്ളി പുനർനിർമ്മാണത്തിന് ശേഷം 3ാം തവണയാണ് വലിയൊരു മെഗാ നോമ്പ് തുറ എടുക്കുന്നത്. ബ്രേക്ക് അതെ 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 സാദിഖ് അതെ അതെ അതെ. തിരക്കിനിടയിൽ നമ്മളെ രാമത്ത് ഫൈസൽക്ക നല്ലൊരു തിരക്കിലാണ്. മുസ്ലിം ജമാഅത്തിന്റെ എല്ലാമായ ഫൈസൽ രാമത്ത് ഒരു 2 വാക്ക് സംസാരിക്കാം. പള്ളിയിൽ നടക്കാറുണ്ടായിരുന്നു. അത് കുറേ കൂടി കാലത്തിനനുസരിച്ച് വിപുലീകരിച്ച് ആളുകളും കൂടിയ സമയത്ത് ആവശ്യക്കാർ കൂടിയ സമയത്ത് നമ്മളതിന്റെ ഒരു വലിയ കാലത്തിനനുസരിച്ചിട്ട് ക്രമപ്പെടുത്തിയതാണ്. അതിന് എല്ലാ വർഷവും കുറച്ച് വർഷങ്ങളായി വർഷത്തിൽ ഒരു ദിവസം ഈ വളണ്ടിയർമാർ അതായത് പള്ളിയിലെ ചുറ്റുവട്ടത്തുള്ള യുവാക്കളും ആയിട്ടുള്ള വളണ്ടിയർമാർ സേവന സന്നദ്ധരായിട്ട് ഈ സംഗതികളിൽ ഒഴുകാറുണ്ട്. അവർ നടത്തുന്ന ഒരു മുൻകൈയെടുത്ത് നടത്തുന്ന ഒരു ഇഫ്താറാണ് ഇന്ന്. ഏതാണ്ട് 1000-ഓളം ആളുകളെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും എല്ലാം വളർത്തിലാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇതെന്ത് കറിയാണ്? ചിക്കൻ കുറുമേത്. മാഷാ അല്ലാ. ഇനി അടുത്ത് വന്നുള്ള ഇതെന്താ കറി? ഗ്രീൻ പീസ് കുറുമ അല്ലേ? അതെ. ഇനി അടുത്ത് വന്നുള്ള പോയിക്കാണല്ലേ? ഇതാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ അല്ലേ? അതെ. ചീരക്കഞ്ഞില്ലേ? ഇപ്പൊ പറയുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ വരെ ഇതുപോലെ കഞ്ഞി കിട്ടൂല എന്നാ പറയുന്നത് കേട്ടത്. അടിപൊളി മാഷാ അല്ലാ. ഇത് ബിരിയാണി, ഇത് സാധാ ബിരിയാണി അല്ലേ? അതെ ബീഫ് ബിരിയാണി ഇത്. മാഷാ അല്ലാ. അതെല്ലാണ് സുഖല്ല. സമീർ എല്ലാം ഉണ്ട്. ഫൈസൽക്കാ എന്തെല്ലാണ് റാത്തല്ല? അസ്സലാമലൈക്കും. തിരക്കിനിടയിൽ 2 വാക്ക്, 1 വാക്ക് മറിയാൻ നേരമില്ലല്ലേ? ഓ സ്പെഷ്യൽ ചായ. സ്പെഷ്യൽ ചായ, മസാല ചായ. ഈ പള്ളികളിലെ എല്ലാ മസാലയും ചേർത്തല്ലേ? മാഷാ അല്ലാ. ഇത് ഏകദേശം ഒരു 100 പാക്കറ്റ് പാലിന്റെ മേലെ വരുമെന്ന് തോന്നുന്നല്ലേ? മേലെ വരില്ലേ? അതെ മാഷാ അല്ലാ. കൊടുക്കണം. അതെ തീർച്ചയായിട്ടും. അളവില്ല കൊടുത്തോളൂ അല്ലേ? അല്ലാഹ് ഖൈർ ചെയ്യട്ടെ. നിങ്ങളെ ഈ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിന് അത് ഭക്ഷണം ഉണ്ടാക്കുക നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം തരട്ടെ. മാഷാ അല്ലാ. പട്ട കറാമ്പ് ഏലക്കായി മിക്സായി സ്പെഷ്യൽ ചായ എടുത്തല്ലേ?
ഇതാ ഒരു ടേബിൾ മേലുള്ള ഐറ്റംസ് ആണിത്. ഇതൊരു നോമ്പ് തുറ തക്കാരം പോലെയാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മാഷാഅല്ലാ മാഷാഅല്ലാ മാഷാഅല്ലാ. 100 കണക്കിന് ടേബിളുകളാണ് ഇവിടെ നിരത്തി വെച്ചിട്ട് പള്ളിയുടെ മുൻവശത്തും പിറകുവശത്തുമായിട്ട്. ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ നോമ്പ് തുറക്കുക. അതിൻ്റെ വലിയൊരു ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നൗഷാദ് ഓ അതെ മാഷാഅല്ലാ. റിയാസ് പ്രതീക്ഷയുള്ളല്ലേ? തിരക്ക് തന്നെ അല്ലേ? കൊല്ലങ്ങളായിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ് അല്ലേ മിസ്റ്റർ സമീർക്ക. ഞാൻ കണ്ട് ഇവർ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം കണ്ട് ഞെട്ടിച്ചാണെങ്കിൽ ഇവർ ഇത്ര 1200 ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കിയില്ല നിങ്ങൾ. മാഷാഅല്ലാ ഹൈറിയട്ടെ. മാഷാഅല്ലാ മാഷാഅല്ലാ ഹൈറിയട്ടെ. എന്തല്ല എൻ്റെ പേരെന്നാ? താഹിറ. ടീക്കല്ലേ സമീർക്ക പരിപാടിൻ്റെ ഹൈലൈറ്റും സമീർക്ക തന്നെയാണ്. പക്ഷെ അതന്നെ സമീർക്കാണ്. സമീർക്കാൻ്റെ ഭക്ഷണം ചീരക്കഞ്ഞി പൊയ്ക്ക് പിന്നെ എല്ലാം കണ്ടില്ല. ബിരിയാണി എന്തെല്ലാം പിന്നെ പൊരികൾ ചരികൾ ദംചായ കണ്ടില്ല. മസാല കൂട്ടുകൾ ചായ ഏകദേശം പലതരം എന്താ പറയുക മസാലകൾ. നിങ്ങളൊരു ഒറ്റ എന്താ പറയുക ഒരു പിടി ആർഭാടമായിട്ടില്ല. അതെ 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 അവരൊന്നും ആഗ്രഹിക്കുന്ന ഉസ്മാനിക്ക മാഷാഅല്ലാ. മുസമ്മിൽ ഇതെല്ലാണ് ഇതല്ല ഉസ്മാനിക്ക. നിങ്ങൾ കൊല്ലങ്ങളായിട്ട് വരുന്നതല്ലേ? കൊല്ലങ്ങളായിട്ട് വരുന്നുണ്ടല്ലേ നമ്മളിവിടെ? ഗംഭീര നോമ്പറല്ലേ ഇവിടെ? ഗംഭീര നോമ്പറല്ലേ? അതെ 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 1200 ആൾക്കാരെ നോമ്പ് പറയാൻ പറ്റില്ല. അപ്പുറം പോയിട്ട് വരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെല്ലാം സലാമക്ക ഖദർക്ക. ഒരു ഞങ്ങൾ കൊല്ലങ്ങളായിട്ട് ഈ പള്ളിയിൽ നോമ്പ് തുറ കഴിക്കുന്നുണ്ട്. മർഹൂം ജാവ അഹമ്മദ് ഹാജി സ്ഥാപിച്ച ഈ പള്ളിയിൽ നോമ്പ് തുറ വിപുലമായിട്ട് ഈ കൊല്ലം നടന്നു പോകുന്നുണ്ട്. ഇതിനെപ്പറ്റി 2 വാക്കുകൾ സംസാരിച്ചാലും. ഇതൊക്കെ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയിലെ ഒരാളെ തന്നെയാണ്. നിങ്ങൾ തന്നെ തുടങ്ങണമെന്നാൽ. മൂന്നാമത്തെ വർഷമാണ് സമൂഹമായിട്ട് നമ്മൾ കഴിക്കുന്നത്. അതെ ഹജിപ്രാവശ്യം ആയിരത്തിലാണ് ആൾ പങ്കെടുത്തത്. വിപുലമായിട്ടില്ല. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്താ ജി? അതും കൂടി മാഷാഅല്ലാ വളരെ സന്തോഷമുള്ള സംഗതിയാണ്. ഒത്തിരി ആൾ നമ്മളെ എല്ലാവർക്കും ഒന്നായിട്ട് കൂട്ടായിട്ട് ഇരുന്ന് നോമ്പ് തുറക്കാനുള്ള ഒരു സംവിധാനം വളരെ മനോഹരമായ രീതിയിൽ പിന്നെ പ്രവർത്തിച്ചവർ തക്കതായ പ്രതിഫലം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. ഇത് കൂടുതൽ ഇവിടെ ചെറുപ്പക്കാർ കുട്ടികളാണ് ഇവിടെ ഈ സജീവമായിട്ട് ഒരുക്കങ്ങൾ കാണുന്നത്. ഒരു വിങ്ങുണ്ട്. വിങ്ങാണിത് ഇവിടെ നടത്തുന്നത്. വളരെ സജീവമായിട്ട് ഒരു വിങ് തന്നെ ഉണ്ട്. ചെറുപ്പക്കാരൻ അവരാണിത് നടത്തി വരുന്നത്. ഈ പള്ളി എത്ര വർഷത്തോളം ഇവിടെ സ്ഥാപിച്ചിട്ട്? 70 വർഷത്തോളമായിട്ട്. ഇതിൻ്റെ സ്ഥാപകൻ മർഹൂം ജാവ അഹമ്മദ് ഹാജി. ഇത് ഒരു ഇന്തോനേഷ്യൻ മോഡൽ പള്ളിയാണല്ലേ ഇതിവിടെ? ജാവ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അതേ മോഡൽ പള്ളിയാണല്ലേ ഇവിടെ? ഇവിടുത്തെ കഞ്ഞി പാർശ. അതെ അതെ അതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തെല്ലാണ് റാത്തല്ലേ? അൽഹംദുലില്ലാഹ്. ഈ കൊല്ലവും നല്ല എല്ലാം റാത്തായിട്ട് പിന്നെ
പിന്നെ വലിയ അനുഗ്രഹമല്ലേ. അതെ 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 അതെ, എല്ലാവരും ഒന്നായിട്ട് നോമ്പ് തുറക്കല്ലേ. നോമ്പ് 22-ാമത്തെ. നോമ്പ് 22. അന്ന് 2 കഴിഞ്ഞല്ലേ, അതെ അതെ അതിനെ കാണാൻ കുറച്ചുകൂടി മെച്ചമായിക്കോളും തോന്നല്ലേ. നല്ലൊരു ആളിനെ ഉപദേശിക്കാം. പഴയ കാലത്തിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതലായിട്ടല്ലേ. അതെ അതെ അതെ. തറവേനക്ക, ഈ പള്ളീൻ്റെ തുടക്കം കാലം മുതലേ കമ്മിറ്റിയുള്ള ഒരാളായിരിക്കും നിങ്ങൾ. എന്നാലും പിന്നെ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിൻ്റെ അതെ ഉണ്ടായിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അല്ലാഹ് ഖൈർ ചെയ്യട്ടെ. എന്നാലും അന്നത്തേനെക്കാട്ടും കൂടുതൽ ഇന്ന് ഉഷാറായി പോയിക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഈ മസ്ജിദിൽ ഇന്ന് നോമ്പ് 22, വലിയൊരു നോമ്പ് തുറയാണെന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ഉസ്താദ് ഈ പള്ളിയിലെ ഈ മഹലിലെ ഖാദിയാണ്, ഖത്തീബാണ്. ഉസ്താദ് ഇതിനെ പറ്റിയിട്ട് 2 വാക്ക് സംസാരിക്കണം. ഈ വർഷത്തിൽ മാറി മാറി വരുന്നുള്ള മാറ്റങ്ങളുണ്ടല്ലോ, പക്ഷെ വർഷം തോറും ഇവിടെ ഈ മഹലിൽ ഐക്യം കൂടി വരുന്നുണ്ട്. പിന്നെ നോമ്പ് തുറയിൽ ഉഷാറങ്ങൾ, നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഭക്ഷണത്തിലായിക്കോട്ടെ, എല്ലാം കൊണ്ടും അത് എടുത്തു പറയേണ്ടത് നമ്മളെ ഈ വിഷയത്തിൽ നമ്മളെ ചെറുപ്പക്കാരുടെ വോളണ്ടിയർ സ്കീം, വോളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തനം വളരെ പ്രശംസനീയമാണ്. അതെ, ഈ രീതിയിൽ വിപുലമായി നടത്താൻ പറഞ്ഞപ്പോൾ 2-3 വർഷമായിട്ട് ഈ മഹല്ല് കമ്മിറ്റി പ്രാബല്യത്തിൽ വന്ന ശേഷമാണ് ഇങ്ങനെ വിപുലമായ ഒരു ജനകീയമായ നോമ്പുതുറ നടക്കുന്നത്. അതെ അതെ. അത് ഞാൻ കാണുന്ന വലിയൊരു ഗുണം നമ്മുടെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ്. അത് വളരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതെ, ഓരോരുത്തർ അവനവൻ്റെ വീട്ടിലെ കാര്യത്തിനേക്കാൾ ഉപരി പരിഗണിച്ചുകൊണ്ടാണ് ഈ സമൂഹം വരുന്നല്ലേ. ഇവിടെ കൊണ്ടുവന്ന നോമ്പ് തുറണ്ട പലഹാരങ്ങളൊക്കെ കുട്ടികൾ സ്വന്തമായി ഏറ്റെടുത്തിട്ട് മുട്ട പൊരിച്ചത്, സമൂസ, അങ്ങനെ പല സംഗതികൾ സ്വന്തമായി ഏറ്റെടുത്ത് കൊണ്ടുപോകും. അതെ, അപ്പോൾ ഈ ഒരു തലമുറ ഇവിടെ വളർന്നു വരണമെന്ന് വളരെ ആശിക്കുന്നൊരു കാര്യമാണ്. അതിന് ഈ കൂട്ടായ പ്രവർത്തനം നിലനിൽക്കണം. ഇതുകൊണ്ട് ഒരുപാട് നന്മകളുണ്ട്. നമ്മുടെ നാട്ടിന് ഒരുപാട് നന്മയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു സംരംഭം ഇവിടെ നിലനിർത്തി തരട്ടെ. ആമീൻ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മളെ ചെറുപ്പക്കാരും കമ്മിറ്റിയും മുസ്ലിം ജമാഅത്ത് ഇവർക്കെല്ലാം അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ആമീൻ ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യും. അതെ അതെ. ഞങ്ങളതിൻ്റെയൊക്കെ നേതൃത്വം പ്രാർത്ഥനക്കും മറ്റൊക്കെ നടത്തി വരുന്നത്. അതെ അതെ. ലോകത്തെ മൺമറിഞ്ഞു പോയ മഹാന്മാർക്കെല്ലാം നടപ്പുറത്ത് കൊടുക്കട്ടെ. ആമീൻ ആമീൻ. വേണ്ടി പ്രവർത്തിക്കുക ചെറുപ്പക്കാർക്കെല്ലാം ആഫിയത്തും ഹിദായത്തും. അസ്സലാമു അലൈക്കും. തന്നെ എല്ലാം ഗംഭീര തുറയാണെന്ന്. അതുപോലെ തന്നെ ഓരോ നിമിഷവും കഴിഞ്ഞു കൂടുന്നത്. Allah